പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ തലച്ചോറിനകത്തുണ്ടാവുന്ന എഫക്റ്റിൻ്റെ പേരാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അപ്പം അർത്ഥം അറിയണം. വെറുതെ ധൃതി പിടിച്ച് അമ്പലത്തിൽ കയറിയിട്ട് രക്ഷിക്കണേ 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 ഈശ്വര ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും രക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിക്കാനൊന്നും പോണില്ല. പക്ഷെ ആ പറയുന്നതിൽ പോലും ആത്മാർത്ഥതയില്ല. അതിൻ്റെ അർത്ഥം പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. ചൈതന്യവത്തായി ജഗതീശ്വരനോട് നമ്മൾ എന്താണോ അഭ്യർത്ഥിക്കുന്നത് അതാണ് പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥമാണ് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയണം, കീർത്തനത്തിൻ്റെ അർത്ഥം അറിയണം. അപ്പോൾ ചിലപ്പോൾ ചില നല്ല കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവുക. പെട്ടെന്ന് ഞാൻ പറയാം: പൂക്കുന്നി താമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചൂക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തേക്കുന്നു വീശുന്ന വായു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുക? ഈ ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഇതിന് പറയുന്നൊരു മോഡേൺ വാക്കുണ്ട്. എന്താ വാക്ക്? ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ചസ്. എന്തായിട്ട് പറയാ? ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ചസ്. വേദമന്ത്രങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ബ്രെയിൻ കെമിസ്ട്രി മാറുകയാണ്. അതുകൊണ്ടാണ് വേദമന്ത്രം കേൾക്കണം എന്ന് പറയുന്നത്. ഈ വേദമന്ത്രം കേൾക്കുമ്പോൾ അത് നിങ്ങളെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും സവർണ, മൂരാച്ചി, ഫാസിസ്റ്റ്, പിന്തിരിപ്പൻ, മരട്, കുണ്ടന്നൂർ, തലയോലപ്പറമ്പ്, കോട്ടയം എന്നൊക്കെ പലരും പറയാറില്ലേ? അതൊന്നും ഈ വേദമന്ത്രത്തിൽ ഒരു വരേണ്യവർഗവും ഇല്ല. അതിനകത്തൊരു സവർണ, മൂരാച്ചി, ഫാസിസ്റ്റ്, മണ്ണാങ്കട്ടയും ഇല്ല. വേണമെങ്കിൽ ചൊല്ലുക, വേണ്ടെങ്കിൽ ചൊല്ലണ്ട. ബ്രാഹ്മണർക്ക് മാത്രമേ ഇത് ചൊല്ലാൻ പാടുള്ളൂ, കേൾക്കാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ തന്നെത്താൻ ആരൊക്കെയോ പറഞ്ഞു കിടക്കുന്നു. മണ്ണാങ്കട്ടയാണ്, പോകാൻ പറയണം. നമുക്ക് തന്നെത്താൻ എന്തുകൊണ്ട് ഇത് ചൊല്ലിക്കൂടാ? പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്: ചൊല്ലുകയാണെങ്കിൽ കേൾക്കുന്നതിൽ തെറ്റില്ല, ചൊല്ലുകയാണെങ്കിൽ അക്ഷരം തെറ്റാൻ പാടില്ല. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയേണ്ട സ്ഥാനത്ത് ധിയോ യോ ന പ്രചോദയാത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്കറിയാം. ന പ്രചോദയാത് എന്ന് പറഞ്ഞാൽ ന ആഗച്ഛതു വരണ്ട, ന ഗച്ഛതു പോകരുത്, ന ഉപവിശതു ഇരിക്കരുത്, ന ഉത്തിഷ്ഠതു എഴുന്നേൽക്കരുത്, ന പ്രചോദയാത് പ്രചോദിപ്പിക്കരുത്. ഇപ്പൊ സൂര്യനെ വിളിച്ച് പറയാണ് എന്നെ നീ നന്നാക്കരുത്. അവിടെ അക്ഷരത്തിൻ്റെ പ്രയോഗം തെറ്റി. സൂര്യൻ്റെ അപ്പൂപ്പം വിചാരിച്ചാൽ നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല. കാരണം ദിവസവും 20 പ്രാവശ്യം രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് നെഗറ്റീവാണ്. ഇവിടെയാണ് പറയുക, ഗായത്രിയിൽ 3 സ്വരമുണ്ട്: ഉദാത്തം, അനുദാത്തം, സ്വരിതം. വേദത്തിന് 10 സ്വരമുണ്ട്: ഉദാത്തം, അനുദാത്തം, സ്വരിതം, രേപം, ഹ്രസ്വം, പ്രജയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം. ഈ ശ്രുതി 4 വയസ്സ് മുതൽക്ക് പഠിച്ചാലേ വേദമന്ത്രം ചൊല്ലാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ തെറ്റും. നിങ്ങൾ 15ഉം 18ഉം 20ഉം വയസ്സിൽ വേദമന്ത്രം പഠിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും എത്തില്ല. എന്നാലും ശ്രമിച്ചു നോക്കാം പറ്റുമെന്ന്. പറ്റിയില്ലെങ്കിൽ കാസറ്റിലോ CD-യിലോ കേൾക്കുക. കാസറ്റിൽ നിന്നും CD-യിൽ നിന്നും കേട്ട് വേദമന്ത്രം പഠിക്കരുത്. പഠിച്ചാൽ തെറ്റും, ഉറപ്പ്. അനുദാത്തം തെറ്റാതിരിക്കില്ല. അതുകൊണ്ട് വേദമന്ത്രം കേൾക്കുമ്പോൾ ശരീരത്തിനകത്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ്. കീർത്തനം, മറ്റ് കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ നല്ല നാമം ജപിക്കുക. നാമം ജപം എങ്ങനെയാണ് വേണ്ടത്? 1 മിനിറ്റിൽ, ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, 1 മിനിറ്റിൽ നാരായണ ജപിക്കുമ്പോൾ 60 പ്രാവശ്യത്തിൽ കൂടരുത്, 40 പ്രാവശ്യത്തിൽ കുറയരുത്. ഓം നമഃശിവായ ജപിക്കുമ്പോൾ 1 മിനിറ്റിൽ 68 പ്രാവശ്യത്തിൽ കൂടരുത്, 38 പ്രാവശ്യത്തിൽ കുറയരുത്. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ 1 മിനിറ്റിൽ 8 പ്രാവശ്യത്തിൽ കൂടരുത്, 4 പ്രാവശ്യത്തിൽ കുറയരുത്. ഇതാണ് സ്പീഡ്. ഇതാണ് തലച്ചോറിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നത്. ഈ സ്പീഡാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്. അപ്പോൾ ചെവിയിലൂടെ നിങ്ങൾ ഭാഗവതം കേൾക്കാം, രാമായണം കേൾക്കാം, മന്ത്രങ്ങൾ കേൾക്കാം, കീർത്തനങ്ങൾ കേൾക്കാം, നാമജപം കേൾക്കാം, ഭജന കേൾക്കാം, ഇതെല്ലാം ചെയ്യാം.
ഇത് കീർത്തനം, ശ്രവണം. ഇനി ദർശനം. അമ്പലത്തിലേക്ക് വന്നിട്ട് തൊഴുമ്പോ എന്താ വേണ്ടത്? ദർശന സമയത്ത് ഡീപ്പ് പച്ച, ഡീപ്പ് റെഡ്, ഡീപ്പ് ബ്ലൂ ഡ്രസ്സ് ഇടരുത്. ലൈറ്റ് കളറുള്ള ഡ്രസ്സ് മാത്രമേ ഇടാവൂ. അത് നിർബന്ധ അമ്പലത്തിലേക്ക് വരുമ്പോൾ. മാത്രമല്ല, അമ്പലത്തിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കരുത്. കാരണം നോൺ കണ്ടക്ടറാണ് ചെരുപ്പ്. ഈ കളർ ഇട്ടാൽ എന്താ കുഴപ്പം? ഈ കളർ ഇട്ടാൽ ശ്രീകോവിലിൽ നിന്നുള്ള എനർജി ശരീരത്തിൽ കയറില്ല, ബ്ലോക്കാവും, എനർജൈസേഷൻ നടക്കില്ല. അമ്പലത്തിൽ തൊഴുന്ന സമയത്ത് ഷർട്ട് ഇട്ടുകൊണ്ടാണ് തൊഴുന്നത് എങ്കിൽ ഏകദേശം 40 സെക്കൻഡ് സമയം തൊഴണം. ഷർട്ട് ഇടാതെയാണ് തൊഴുന്നത് എങ്കിൽ ഏതാണ്ട് 20 സെക്കൻഡ് സമയം തൊഴണം. അത് മാത്രമല്ല, 20 സെക്കൻഡ് സമയം തൊഴുന്ന സമയത്ത് 5 സെക്കൻഡ് സമയം കണ്ണ് തുറന്ന് തൊഴണം, 15 സെക്കൻഡ് സമയം കണ്ണടച്ച് തൊഴണം. ഉപ്പൂറ്റി രണ്ടും ചേർത്ത് വെച്ച് നേരെ നിന്ന് വേണം തൊഴാൻ. മാത്രമല്ല, അടുത്ത ഒരാളും തൊഴുന്ന സമയത്ത് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരാളും തൊടാതെ വേണം തൊഴാൻ. അപ്പം ശബരിമലയിൽ പോയാലോ എനിക്കറിഞ്ഞൂടാ, തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താനെ കുറച്ച് കൂടുതൽ നേരം നിൽക്കാം. മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. തൊഴുന്ന സമയത്ത് ഒരു കാരണവശാലും മനസ്സിനകത്ത് അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, വാശി, പക, ഈ 8 ഉണ്ടാവരുത്. ഇത് നിർബന്ധ. ഇതും വെച്ചുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ എനർജി കൂടില്ലെന്ന് മാത്രമല്ല, അമ്പലത്തിലെ എനർജി കുറയുകയും ചെയ്യും. അപ്പം എന്താ വേണ്ടത്? ദർശനത്തിന് കൃത്യം സ്ത്രീകൾ അമ്പലത്തിൻ്റെ മുമ്പിൽ, ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിർബന്ധമായും 40 സെക്കൻഡ് നേരം നിൽക്കണം. കാരണം ശരീരത്തിന് കവറുണ്ട്. പുരുഷന്മാർക്ക് ഷർട്ട് ഇടാതെ അകത്തേക്ക് കയറാവുന്നതുകൊണ്ട് 20 സെക്കൻഡ് അവർക്ക് നിൽക്കാൻ സാധിക്കും. അമ്പലത്തിൽ ഷർട്ട് ഇട്ട് കയറുന്നത് ശരിയാണോ? അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളവർക്ക് വിരോധം ഇല്ലെങ്കിൽ ഷർട്ട് ഇട്ട് കയറുക. ഈശ്വരന് നിങ്ങൾ ഷർട്ട് ഇട്ട് കയറിയാലും വിരോധമില്ല, ഷർട്ട് ഇടാതെ കയറിയാലും വിരോധമില്ല. ഈശ്വരന് ഇതൊന്നും നോക്കാൻ നേരമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ 7 ദിവസവും ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, ഒരു ദിവസം പോയില്ല, അന്ന് ആക്സിഡന്റ് ഉണ്ടായി. ഇതാണ് അമ്പലത്തിൽ പോവാത്തതിൻ്റെ പ്രതി. ഇങ്ങനെ ഒന്നും ഈശ്വരന് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുന്ന പാർട്ടിയൊന്നും അല്ല. അങ്ങേർക്ക് നിങ്ങൾ വന്നാലും വരാത്ത ദിവസം വെച്ചുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കാൻ അങ്ങേർക്ക് അങ്ങനെയുള്ള യാതൊരു അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം ഒന്നും ഈശ്വരനില്ല. ഉണ്ടെങ്കിൽ അങ്ങേര് ഈശ്വരനല്ല. അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? അപ്പം അമ്പലത്തിൽ തൊഴുന്ന സമയത്ത് ഇത് വേണം. അതുമാതിരി 20 സെക്കൻഡ് തൊഴുത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ അമ്പലത്തിലും 3 പ്രദക്ഷിണം വെക്കാൻ സാധിക്കുമെങ്കിൽ വെക്കണം. സമയമില്ലെങ്കിൽ 1 പ്രദക്ഷിണം വെക്കാം. ഓർമ്മിക്കുക, ചില ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ 1 പ്രദക്ഷിണം, ശിവൻ്റെ 2, ഭഗവതിയുടെ 3, ഭദ്രകാളിയുടെ 4, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്ലോകം പറയും. 3 പ്രദക്ഷിണം വെക്കാൻ പറ്റുമെങ്കിൽ 3 പ്രദക്ഷിണം വെക്കാം. പ്രദക്ഷിണം വെക്കുമ്പോൾ കൈ വീശരുത്, അത് നിർബന്ധമാണ്. പിന്നെന്താണ്? പ്രദക്ഷിണം വെക്കുമ്പോൾ സ്പീഡിൽ പ്രദക്ഷിണം വെക്കരുത്. ഒരു കാലിൻ്റെ മുമ്പിൽ അടുത്ത കാലായിട്ടാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അർത്ഥം പതുക്കെ പ്രദക്ഷിണം വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്പീഡിൽ പ്രദക്ഷിണം വെക്കരുത്. ശിവന്റെ അമ്പലത്തിൽ സോമരേഖ മുറിച്ച് കടക്കരുത്. ശിവന്റെ അമ്പലത്തിൽ സോമരേഖ മുറിച്ച് കടക്കരുത്. ഓവ് പോകുന്നത് അതിലൂടെയാണ്. അതുകൊണ്ടാണ് ശിവന്റെ അമ്പലത്തിനൊരു പേരുണ്ട്, 3/4 വട്ടം. അതിൻ്റെ പേര് 3/4 വട്ടം. പ്രദക്ഷിണം വെക്കുന്ന 3/4 ഭാഗമാണ്. അതുകൊണ്ടാണ് അതിന് 3/4 വട്ടം എന്ന് പറയാം. സോമരേഖ മുറിച്ച് കടക്കരുത്. ശിവന്റെ ശിരസിലൂടെ ഒഴുകുന്ന വെള്ളം ഗംഗാനദിക്ക് തുല്യമാണ്. ഗംഗാനദി ഹരിദ്വാറിലും ഋഷികേശിലും നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ വഞ്ചിയിൽ പോകുമ്പോൾ വഞ്ചി നടുക്ക് നിർത്തും. എന്നിട്ട് ഗംഗയിൽ ഒരു നാണയോട്ട് എല്ലാവരും തൊഴുതിട്ട് ഈ ഗംഗയെ മുറിച്ച് കടക്കുക എന്നല്ലേ ആലപ്പുഴയിൽ പറയുക. ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ മുകളിൽ കൂടെ കാലെടുത്ത് കവച്ച് വെച്ചാൽ എന്താ പറയുക? കവച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മുറിച്ച് കിടക്കുക. അപ്പം ഗംഗയെ കവച്ച് വയ്ക്കാറില്ല, അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാറില്ല. അതിൻ്റെ പ്രായശ്ചിത്തമാണ് നമ്മൾ ഗംഗാനദി കവച്ച് വെക്കുമ്പോൾ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഒരു നാണയോട്ട് തൊഴാറുള്ളത്. പ്രായശ്ചിത്തം, അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ അത് ആവശ്യമില്ല. അപ്പം സോമരേഖ, വടക്കോട്ടുള്ള രേഖ, അത് ക്രോസ് ചെയ്യരുത്, കവച്ച് വെക്കരുത്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പതിവില്ല. ഓർമ്മിക്കുക, അമ്പലത്തിലേക്ക് പോകുമ്പോഴും അമ്പലത്തിൽ നിന്ന് വരുമ്പോഴും ഒരൊറ്റ വ്യക്തിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇയാളുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്കറിഞ്ഞൂടല്ലോ. എന്തിനാണ് നമ്മളുടെ കൈ അയാളുടെ കയ്യിൽ കൊണ്ടോ കൊടുക്കുന്നത്? അയാൾ റോട്ടിൽ കൂടെ വല്ല ഉഴുന്നുവടയോ ചായയോ ഒക്കെ കടിച്ച് അവിടെ കൈ കഴുകാൻ സ്ഥലമില്ല. അയാൾ കൈ തുടച്ചിട്ടുണ്ടാവും, താഴെ വയ്ക്കും. കൈ താഴെ വെച്ചിട്ട് കൈ കഴുകും.
ആ കൈ കഴുകാതെ അയാൾ കൈ തുടയ്ക്കും. അപ്പോഴാണ് നിങ്ങൾ മുമ്പിൽ വരുന്നത്. നേരെ കയറി ഷെയ്ക്കാൻ്റെ അടുത്ത് മുറുക്കി പിടിച്ചാൽ അയാളുടെ കയ്യിലുള്ള ഉഴുന്നുവടയുടെ എണ്ണ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ. എന്തിനാ ഇയാൾ തിന്നതൊക്കെ നമ്മുടെ കയ്യിലാക്കണേ? അയാൾക്ക് വേർക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? കൈയെടുത്ത് ഇങ്ങനെ നല്ലോണം ഒന്ന് തുടയ്ക്കും, എന്നിട്ട് പിന്നെയും തുടയ്ക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ, എന്നിട്ട് നിങ്ങളുടെ പുറകിൽ തട്ടിയിട്ട് വെൽ ഡൺ ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എൻ്റെ ഷർട്ടിൻ്റെ പുറകിലും ആവും. അപ്പോൾ ഒരു കാരണവശാലും വേറൊരാളുടെ ശരീരവുമായിട്ട് നമ്മളുടെ ശരീരം തുടരുത്. അപ്പോൾ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നത് ഒഴിവാക്കാം. നല്ല രീതിയിൽ നമസ്തേ പറയാം. മതിയല്ലോ, 6 അടി ദൂരെ നിന്ന് നമസ്തേ പറഞ്ഞാൽ ബെസ്റ്റ്. കാരണം അയാളുടെ പൊക്കം 5.5 അടിയാണ്. വീഴുകയാണെങ്കിൽ നമ്മുടെ മേത്ത് വീഴണ്ട, ദൂരെ മാറിയുന്ന നമസ്തേ പറഞ്ഞേക്കാം. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അപ്പം ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അമ്പലത്തിൻ്റെ അകത്ത് 3 പ്രദക്ഷിണം വെച്ച് നമ്മൾ പുറത്തേക്ക് വന്ന് ഒരു പ്രദക്ഷിണവും കൂടി വെച്ച്, ആൽമരമുണ്ടെങ്കിൽ 7 പ്രദക്ഷിണം വെച്ചിട്ട് അവിടെയും പ്രദക്ഷിണം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. 8 മണിക്ക് മുമ്പാണ് രാവിലെ പ്രദക്ഷിണം വെക്കേണ്ടത്. കാറ്റും മഴയും ഉള്ള ദിവസം പ്രദക്ഷിണം വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ കൈ വീശാതെ വളരെ ശാന്തമായിട്ട് ഒരു പ്രദക്ഷിണത്തിന് 1 മിനിറ്റ് എടുത്ത് വേണം പ്രദക്ഷിണം വെക്കാൻ. അപ്പോഴാണ് ആ ആൽമരത്തിൽ നിന്ന് വരുന്ന ഓസോൺ വാതകം നമ്മുടെ മൂക്കിൽ കൂടെ കയറി അകത്തിയെന്ന് ശ്വാസകോശങ്ങൾ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ ദർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? 1 ശ്രവണം, 2 ദർശനം, 3 എന്താണ്? നമ്മുടെ കീർത്തനം. നല്ല രീതിയിൽ കീർത്തനം ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും എല്ലാവരും 10 മിനിറ്റെങ്കിലും കീർത്തനം ചൊല്ലണം. എന്തിഷ്ടമുള്ളത് നാമജപായാലും മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. നാമം ജപിക്കുമ്പോൾ, വേദമന്ത്രം ചൊല്ലുമ്പോൾ, കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ നമ്മളുടെ വലത് സൈഡിൽ 6 പേര് ഇരിക്കുകയാണെങ്കിൽ, ഒരേ ലൈനിൽ ഇരിക്കുകയാണെങ്കിൽ 6ാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിലുള്ള ശബ്ദത്തിൽ മതി നമ്മൾ കീർത്തനം ചൊല്ലാൻ. മറ്റൊരർത്ഥത്തിൽ നമ്മളുടെ ശബ്ദം 5 മീറ്ററിന് അപ്പുറം കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് മന്ത്രങ്ങൾ ചൊല്ലേണ്ടത്. വളരെ ശാന്തമായിട്ട് വേണം മന്ത്രം ചൊല്ലാൻ. ധൃതി പിടിച്ച് ചൊല്ലണമെന്ന് നിർബന്ധമില്ല. ഈ 108 നാമം ജപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ കുറയരുതെന്ന് മാത്രമാണ്. ഈ എണ്ണത്തിൽ മാത്രം ശ്രദ്ധിച്ച് നാമം ജപിക്കേണ്ട ആവശ്യമില്ല. ചിലർ ജപമാല പതിവുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? അമ്മൂമ്മമാർ ഈ മാല കയ്യിൽ വെച്ച് നാരായണ 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 ഞാൻ ജപിച്ച് അമ്മൂമ്മയുടെ ലക്ഷ്യം എന്താ അറിയാമോ? ഈ മാലയിൽ ഏറ്റവും വലിയ മുത്ത് എപ്പോഴാണ് വരണേ, അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ പോകാൻ. അപ്പോൾ ശ്രദ്ധ മുഴുവനും ജപമാലയിലെ വലിയ മുത്ത് വരണയില്ല. അപ്പം മാല പിടിച്ച് നാമം ജപിക്കണമെന്ന് നിർബന്ധമില്ല. എണ്ണിയിട്ട് നാമം ജപിക്കണമെന്ന് നിർബന്ധമില്ല. കുറച്ച് നേരം നാമം ജപിക്കാം. എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വരി നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. ഞാൻ കുറച്ച് തമാശയും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും ഡൈല്യൂട്ട് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. അതെല്ലാം വസ്തുതകളാണ് പറയുന്നത്. കാരണം കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പോൾ കുറച്ച് തമാശയൊക്കെ ചേർന്നിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഒരു നമ്പൂതിരി 84-85 വയസ്സായ നമ്പൂതിരിയെ കാണാൻ പോയി അത്ര ഒരാൾ. അവിടെ ചെല്ലുമ്പോൾ ആ നമ്പൂതിരി കട്ടിലിൽ കിടക്കുക, അനങ്ങാൻ വയ്യാതെ. ഇതൊക്കെയാ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്പൂതിരി പറയാ, ജീവിതത്തിൽ ഒരു ദുഃഖമില്ല, ഇപ്പോൾ ഒരു ദുഃഖമുണ്ട്. എന്താ ദുഃഖം? ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റണില്ല. 4ാമത്തെ വയസ്സ് മുതൽക്ക് തുടങ്ങിയതാണ് ഗായത്രി മന്ത്ര ജപം. ഇപ്പോൾ കുളിക്കാൻ പറ്റണില്ല, എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ട് കട്ടിലിൽ കിടക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഗായത്രി ജപിക്കാൻ പറ്റണില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ശരിക്കും? എന്നിട്ട് അത് കേട്ട വ്യക്തി പ്രഭാഷണം നടത്തുമ്പോൾ പറയായിരുന്നു, നമ്മളെല്ലാം ഗായത്രി മന്ത്രം ജപിക്കാൻ ഓരോരുത്തരോട് പറയുന്നത് എന്തിനാണ്? മനുഷ്യൻ്റെ ദുഃഖം ഇല്ലാതെയാവാൻ. ഈ നമ്പൂതിരിയുടെ ഇപ്പോഴത്തെ ദുഃഖം എന്താണ്? ഗായത്രി മന്ത്രം തന്നെ അയാൾക്ക് ദുഃഖമായി. നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കാൻ പറഞ്ഞത് എന്തിനാണ്? മറ്റു ദുഃഖങ്ങൾ പോകാൻ. ഇപ്പം അങ്ങേരുടെ ദുഃഖം ഏതാണ്? ഗായത്രി മന്ത്രം തന്നെ. അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോഴോ കീർത്തനം ചൊല്ലുമ്പോഴോ മന്ത്രം ചൊല്ലുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഇടയ്ക്ക് മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ച്, ചൊല്ലിയില്ല എന്ന് വിചാരിച്ച്, ഇതൊന്നും പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടാനേ ഇല്ല. സ്ത്രീകൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാമോ? ചൊല്ലിക്കോളൂ, എന്താ കുഴപ്പം? സ്ത്രീകൾക്ക് വേദം ചൊല്ലാമോ? ആരാ ചൊല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചൊല്ലും, പിന്നെ ആരും ഉണ്ടില്ല. ഈ തിരുവണ്ണാമലയിൽ രമണ മഹർഷിയുണ്ട്.
രമണ മഹർഷിയുടെ അവിടെ പോയപ്പോഴത്തേക്കും കേരളത്തിലെ കുറച്ച് പേര് പോയി. അവിടെ ചെന്നപ്പോൾ ബ്രാഹ്മണർക്കൊക്കെ ഊണ് കഴിക്കാൻ ഇവിടെ ആ സ്ഥലം, ബ്രാഹ്മണരല്ലാത്തവർക്കൊക്കെ ഇവിടെ ഊണ് കഴിക്കാൻ സ്ഥലം, കുറേ പേർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഊണ് കഴിക്കാൻ സ്ഥലം. അപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ദേഷ്യം വന്നു. അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബ്രാഹ്മണർക്ക് വേറെ ബ്രാഹ്മണരല്ലാത്തവർക്ക് വേറെ, ചിലർക്ക് അങ്ങയുടെ അടുത്ത്, ഇതെന്തുകൊണ്ടാണ് ഭക്ഷണം കൊടുത്തത്? അപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണ മേധാവിത്വം ഇവിടെ വളരെയധികം വികൃതമായിട്ട് വരില്ലേ അങ്ങയുടെ കാലശേഷം എന്ന് രമണ മഹർഷിയോട് ചോദിച്ചു. ഇനി രമണ മഹർഷി എന്താ ഉത്തരം പറഞ്ഞെന്നറിയോ? നല്ലൊരു ഉത്തരം. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ആ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബ്രാഹ്മണരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിരിക്കുക, നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ചെന്നിരിക്കുക, രണ്ടിലും പെടാത്തവരാണെങ്കിൽ എൻ്റെ അടുത്ത് ചെന്നിരുന്നോളാം. അർത്ഥം മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ തോന്നല. ഞാൻ ബ്രാഹ്മണനാണോ, നായരാണോ, ഈഴവനാണോ, അല്ലെങ്കിൽ വെള്ളാളനാണോ, ഇതൊക്കെ നമ്മുടെ തോന്നല. എൻ്റെ ഹാർട്ടും നിങ്ങളുടെ ഹാർട്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ വയറ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ ബ്രാഹ്മണൻ്റെ വയറ് വേറെ, നായരുടെ വയറ് വേറെ, ഈഴവൻ്റെ വയറ് വേറെ, ക്രിസ്ത്യാനിയുടെ വയറ് വേറെ, മുസ്ലിമിൻ്റെ വയറ് വേറെ എന്നൊരു വ്യത്യാസമില്ല. അപ്പം നമ്മളുടെ തോന്നലാണ് ഞാൻ നായരാണ്, എൻ്റെ തോന്നലാണ് ഞാൻ എംബ്രാന്തിരിയാണെന്ന്, അല്ലെങ്കിൽ എൻ്റെ തോന്നലാണ് ഞാൻ ഈഴവനാണെന്ന്. ഈ തോന്നലല്ലാതെ ഒന്നുമില്ല. ഇതാണ് ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞത്. എല്ലാവരുടെയും മലവും മൂത്രവും രക്തവും വേർപ്പും എല്ലാം ഒന്ന് തന്നെയാണ് ധർമ്മപുത്ര. ഒരു കാരണവശാലും പശുക്കളിൽ ജാതിയില്ല, വൃക്ഷങ്ങളിൽ ജാതിയില്ല, പക്ഷികളിൽ ജാതിയില്ല. പിന്നെ എങ്ങനെയാ ധർമ്മപുത്ര മനുഷ്യരിൽ ജാതി ഉണ്ടാവുക? ഇതൊക്കെ അവനവൻ്റെ മനസ്സിലെ തോന്നലാണ് ധർമ്മപുത്ര. ജാതി എന്ന സമ്പ്രദായമേ ഇല്ല, നീ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്ന ഭീഷ്മര് ധർമ്മപുത്രരോട് ഉപദേശം കൊടുത്തത് ഭീഷ്മോപദേശത്തിൽ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് വേദം വായിക്കണമെങ്കിൽ വേദം വായിക്കാം, നിങ്ങൾക്ക് നാമം ജപിക്കണമെങ്കിൽ നാമം ജപിക്കാം. നിങ്ങൾക്കറിയാലോ, സ്ത്രീകൾ വിഗ്രഹം പ്രതിഷ്ഠിക്കാറില്ല, പലപ്പോഴും അങ്ങനെയാണ്. പക്ഷെ മാതാമൃതാനന്ദമയി എത്ര ബ്രഹ്മസ്ഥാനം പ്രതിഷ്ഠിച്ചു? ഒരാളെങ്കിലും എതിർത്തോ? ഈ പരമപവിത്രമായ ഭാരതത്തില് ഒരു വ്യക്തിയെങ്കിലും പറഞ്ഞോ മാതാ അമൃതാനന്ദമയി വിഗ്രഹം പ്രതിഷ്ഠിക്കരുതെന്ന്? ആയിരക്കണക്കിന് നമ്പൂതിരിമാരാണ് അമ്മയെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി സഹായിച്ചത്. ഒരാളും എതിർത്തില്ല. അത് നമുക്ക് സാധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കയറെടുക്കാൻ പറയാ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും അമ്പലത്തിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ക്രിസ്ത്യാനികളായതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മുസ്ലിങ്ങൾക്കും അമ്പലത്തിനകത്ത് പ്രവേശിക്കണം. അമ്പലത്തിനകത്ത് ഇവര് ആചാരവിധി പ്രകാരം പ്രവേശിക്കുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവരുത്. അത്രയല്ല, നിങ്ങൾ ഇവരെ അമ്പലത്തിൽ കയറുമ്പോഴല്ല പുണ്യാഹം തളിക്കേണ്ടത്. ദേവസ്വം ബോർഡിൽ കൈക്കൂലി വാങ്ങിക്കുന്നവർ അമ്പലത്തിൽ കയറുമ്പോഴാണ് പുണ്യാഹം തളിക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അമ്പലത്തിൽ കയറിയാൽ നവീകരണ കലശം നടത്തണം. എന്താ കാരണം? അത്ര കള്ളത്തരാ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ സാധാരണഗതിയിൽ വെള്ളം കഴിച്ച് മരിക്കില്ല, ഉറപ്പാ. കാരണം എന്താ അറിയാമോ? ഈ തലയ്ക്ക് ഒഴിഞ്ഞിട്ടിരിക്കുന്ന പൈസയാണ് എടുക്കണതേ. ഈ പൈസയൊക്കെ ചിലവായി പോവും. ആ ഒഴിഞ്ഞിട്ടതൊക്കെ പോക്കറ്റിലുണ്ടാവും. അവസാനം വലിക്കാതെ ചാവുമോ? ശരിക്കും വലിക്കും. ചിലപ്പോൾ ചിലരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, നിങ്ങൾ സാറേ ഞാനൊന്ന് സിഗരറ്റ് വലിക്കുകയാണ്, കുഴപ്പമുണ്ടോ എന്നോട് ചോദിക്കും. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുക. അതെന്താ സാറ് അങ്ങനെ പറഞ്ഞത്? അവസാനം വലിക്കുന്നത് കുറയ്ക്കാമല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ തീരട്ടെ, വലിച്ച് തീരട്ടെ, അവസാനത്തെ വലി കുറയ്ക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് വലിച്ചോളാം എന്ന് പറയാറുണ്ട്. ശരിക്ക് നമ്മുടെ അമ്പലത്തിൽ കീർത്തനം ചൊല്ലാനും ദർശനത്തിനും ശ്രവണത്തിനും ഹിന്ദുക്കളായിരുന്നവരും എല്ലാവർക്കും അനുവാദം നൽകണം. ഞങ്ങൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രിക്ക് തീർത്ഥാടനത്തിന് ധ്വജാരോഹണം നടത്തിയത് യേശുദാസാണ്. ഒരു വിഷമം ഉണ്ടായില്ല. 157 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ആ സമയത്ത് അമ്പലത്തിനകത്തുണ്ടായിരുന്നു. തൊഴുതുകൊണ്ട് പുഷ്പാഞ്ജലി നടത്തി. പർദ്ദയിട്ട മുസ്ലിങ്ങൾ മൃത്യുഞ്ജയ ഹോമത്തിന് മന്ത്രം ചൊല്ലി അഗ്നിയിൽ ഹോമിച്ചിട്ടുണ്ട്. അവിടെ പർദ്ദ ഇട്ടുകൊണ്ട് സ്ത്രീകൾ ഹോമിച്ചിട്ടുണ്ട്. ദൂരെ മാറി നിൽക്കല്ല. ഒരു ഈശ്വരനും ദേഷ്യം വന്നിട്ടില്ല. നമുക്ക് മാറണം. അപ്പോൾ ശ്രവണം, ദർശനം, കീർത്തനം. നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലണം തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് ചൊല്ലുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം തോന്നുകയാണെങ്കിൽ ചൊല്ലുക. ഓം ചേർത്ത് സ്ത്രീകൾക്ക് ചൊല്ലാമോ? ഓം ചേർത്ത് ചൊല്ലരുതെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചൊല്ലും, അത് തന്നെ. ഇത് സംശയം തോന്നിയാൽ സംശയാത്മാ വിനശ്യതി, ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. സംശയം തോന്നിയാൽ പിന്നെ ചെയ്യരുത്. സംശയം തോന്നിയില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ സ്മരണം, മനസ്സിനകത്ത് എപ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാകണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും
ഈശ്വര സ്മരണ ഉണ്ടാവും. ശരിക്ക് ഇടമറുകും ഞാനുമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇന്ത്യ വിഷനിലൊരു ചർച്ചയുണ്ടാവും. ഒരിക്കൽ ഇടമറുക എന്നോട് പറഞ്ഞു, ശബരിമലയിൽ നടക്കുന്നത് മൊത്തം കള്ളത്തരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, എന്താ കള്ളത്തരം നടക്കുന്നത്? അവിടെ ദേവസ്വം ബോർഡുകാർ ഒത്തിരി പറ്റിക്കുന്നുണ്ട്, അത് ശരിയാ, ഒത്തിരി കുഴപ്പം കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് എന്താ, അവിടെ മകരജ്യോതി മനുഷ്യൻ കത്തിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആരാധ്യനായ ഇടമറുക സാറിനോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹം ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ശ്രീകോവിൽ ഉണ്ടാക്കിയത് മനുഷ്യനാണല്ലോ, അമ്പലം ഉണ്ടാക്കിയത് മനുഷ്യനാണല്ലോ, 18-ാം പടി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അതിൽ പിച്ചള തേച്ചത് മനുഷ്യനാണ്, അവിടെ ചുറ്റിയോ കൊണ്ട് അടിച്ച് തിന്നുന്നൊരു അപ്പം ഉണ്ടല്ലോ ഇല്ലേ, അതുണ്ടാക്കിയത് മനുഷ്യനാണ്, ആ കല്ലും മണ്ണും ഉള്ള അരവണ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അവിടേക്ക് പോകുന്ന വഴി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അവിടേക്ക് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന മനുഷ്യനാണ്, അവിടുത്തെ മൊത്തം സെക്യൂരിറ്റി മനുഷ്യരാണ്. ഇതൊക്കെ മനുഷ്യർക്ക് ചെയ്യാമെങ്കിൽ ഈ മകരജ്യോതി മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? അപ്പോഴാണ് അദ്ദേഹത്തിനൊരു സംശയം. അപ്പം അത്രയേ ഉള്ളൂ പ്രശ്നം, എനിക്ക് അത്രയും കൂടി ഇല്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈശ്വരനെ കത്തിച്ചെന്ന് വിചാരിച്ചോ നിങ്ങൾ? ഈശ്വരന് വേറൊരു പണിയില്ലേ? തീ കത്തിക്കല ഈശ്വരൻ്റെ ജോലി? അത് ശരി, അപ്പം മകരജ്യോതി അങ്ങനെ കത്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞു, എവിടെയാ പറഞ്ഞിരിക്കുന്നത് മകരജ്യോതി ഈശ്വരനെ കത്തിക്കുന്നതെന്ന്? ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ മകരജ്യോതി ഈശ്വരനെ കത്തിക്കുന്നതെന്ന്? ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ലേ? അതെൻ്റെ ജോലിയല്ല, അങ്ങ് അന്വേഷിച്ച് എന്നോട് പറയണം. ഏത് പുസ്തകത്തിലാണ് മകരജ്യോതി ഈശ്വരനാ കത്തിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു മകരജ്യോതി ദിവ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദിവ്യമാണെന്നുള്ളൊരു സംശയമുണ്ട്. ഈ വിളക്ക് ദിവ്യമല്ലേ? നിങ്ങൾ കാലുകൊണ്ട് ഒന്ന് ചവിട്ടാമോ ആ വിളക്ക്? ആ തിരി ഒന്ന് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കെടുത്താമോ? നിങ്ങൾക്ക് സാധിക്കില്ല, കാരണം ദിവ്യമാണ്. നിങ്ങളുടെ അമ്മ മുമ്പിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ അമ്മയും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താ? അതൊരു ദിവ്യമായ ബന്ധമാണ്. ഇതിപ്പോൾ ഗണപതി ഹോമം നടത്തിയ ഒരു ഇതാണ്. അതിനകത്ത് നിങ്ങൾ കാലൊന്ന് വെക്കാമോ? നിരീശ്വരവാദിയെ കൊണ്ട് കാലൊന്ന് വെപ്പിക്കാമോ? അയാൾ വെക്കില്ല. ഒരു ശ്രീകൃഷ്ണൻ്റെ നല്ല ഒരു ചിത്രം ഞാനിവിടെ മുമ്പിൽ വെച്ച് തരാം. ഒരാളെ വിളിച്ചിട്ട് ഒന്ന് ചവിട്ടാൻ പറയാം, അല്ലെങ്കിൽ യേശുദേവൻ്റെ വിഗ്രഹം ഒരു കലണ്ടർ ഞാൻ മുമ്പിൽ വെക്കാം, ഒന്ന് ചവിട്ടാൻ പറയാം. ഹിന്ദുവിനോട് ചവിട്ടാൻ പറയാം. അത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ട് ഒരു മുസ്ലിമിനോട് ചവിട്ടാൻ പറയാം, അയാൾ ചവിട്ടില്ല, കാരണം സാധിക്കില്ല. അത് ഒരു ദിവ്യമായ ഫീലിംഗാണ് മനസ്സിലുള്ളത്. അത്രയേ ഉള്ളൂ മകരജ്യോതിസ്. അത് ആര് കത്തിച്ചാൽ എന്താ, എന്ത് കത്തിച്ചില്ലെങ്കിൽ എന്താ? ഈ കത്തിയതും കത്തിക്കാത്തതൊക്കെ ആണ് നമ്മുടെ മനസ്സിലെങ്കിൽ സ്മരണയുള്ളത് വിപരീതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോക്കുക, ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൽ കുറേ പേര് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തുക, വലിയ ജാഥ തലശ്ശേരിയിൽ. അപ്പം ഞാൻ റോഡ് സൈഡിലുള്ള തട്ടുകടയിൽ നിന്ന് ഒരു ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക, ഇത് കണ്ടോളൂ, നല്ല രസമായിരുന്നു എനിക്ക്. അപ്പോൾ അതിലിങ്ങനെ പ്ലക്കാർഡിൽ എഴുതി വെക്കുക, വിധി എന്നുള്ളതില്ല, ഭാഗ്യം എന്നുള്ളതില്ല, ജ്യോതിഷം അസംബന്ധം, വാസ്തുവിദ്യ അസംബന്ധം, പലതും അസംബന്ധം, കുഴപ്പമില്ല പോട്ടെ. അപ്പം ഇങ്ങനെ കുറേ പിള്ളേർ പോവുക, വിധി എന്നൊന്നില്ല. അപ്പോൾ അതിനകത്ത് ഒരുവൻ എന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, ദേഷ്യത്തിലാ സാറേ, വിധി എന്ന് പറയുന്നതുണ്ടോ? അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താ? സന്തോഷം. ശരി മോനെ, ഒരു ചോദ്യം മോനോട് ഞാൻ ചോദിക്കട്ടെ. ഈ നാട്ടിൽ ഇത്രയും അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എത്രയാണ് നമ്മുടെ പൈതൃകം പഠിക്കാനുള്ളത്. ഇതെല്ലാം പഠിക്കാനുള്ളപ്പോൾ ഈ പ്ലക്കാർഡും പിടിച്ചോണ്ട് ഈ നട്ടുച്ചയ്ക്ക് വെയിലത്ത് ഇത്രയും പേരുടെ കീഴെ ഇങ്ങനെ ജാഥ നടത്തുന്നത് നിന്റെയൊക്കെ ഓൻ തന്നെ പറഞ്ഞല്ലോ ഇല്ലേ? ഞാനല്ലല്ലോ പറഞ്ഞത്. ഏതായാലും എന്നിട്ട് അവനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചു, ഇത്രയും പേര് ഈ ജാഥയിലൂടെ ഇങ്ങനെ നടന്നു പോവല്ലേ, അതിൽ നിനക്ക് മാത്രമാണല്ലോ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നിയത്, ഇതാണ് നിന്റെ ഭാഗ്യം. നിനക്ക് മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരണം തോന്നി, ബാക്കി ആർക്കും വരണമെന്ന് തോന്നിയില്ല, ഇത് നിന്റെ ഭാഗ്യം. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? വെറുതെ ഇതിന് സമയം ചെലവഴിക്കാതെ എൻ്റെ മോൻ ചെന്ന് നല്ലോണം പഠിച്ച് പരീക്ഷ പാസ്. അവൻ ആ പ്ലക്കാർഡ് അവിടെ വെച്ച് അവൻ വീട്ടിലേക്ക് പോയി. അവൻ വീട്ടിൽ പോയി, ഇതാണ് അവൻ്റെ ഭാഗ്യം. എന്നിട്ട് അവൻ എന്താ ചെയ്തറിയോ? നമ്മുടെ പൈതൃകം പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പം ധാരാളം സ്ഥലത്ത് ഇതുമാതിരി, ചെറിയ പയ്യനാണ്, ധാരാളം സ്ഥലത്ത് ഇതുമാതിരി പ്രഭാഷണം കൊടുക്കാറുണ്ട്. എന്നിട്ട് ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു, സാറിനെ അന്ന് കണ്ടത് എൻ്റെ വിധിയും ഭാഗ്യവുമാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതെല്ലാമാണ് ശരിക്കും സ്മരണ. ഇപ്പോൾ മകരജ്യോതിസ് എന്തായാലും എന്തായില്ലെങ്കിലും അന്നത്തെ ആ ഡിസ്കഷൻ കഴിഞ്ഞു. 7ാമത്തെ മണിക്കൂർ ഇടമറുക് മരിച്ചു.
അന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ 3:30 മണിക്ക് അദ്ദേഹം മരിച്ചു. ശരിക്ക് നിരീശ്വരവാദികളാണ് സ്വർഗത്തിലേക്ക് പോവാന്നാ പറയാ. എന്താ കാരണം? 24 മണിക്കൂറും അവർ ഈശ്വരനില്ല 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 എന്ന് പറഞ്ഞ് ഈശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഹിരണ്യകശിപു സ്വർഗത്തിലേക്ക് പോയത്, അതുകൊണ്ടാണ് രാവണൻ സ്വർഗത്തിലേക്ക് പോയത്, അതുകൊണ്ടാണ് കംസൻ സ്വർഗത്തിലേക്ക് പോയത്. 24 മണിക്കൂറും അവർ പേടിച്ചുകൊണ്ടിരുന്നത് ഈശ്വരനെയാണ്. നിങ്ങൾ 24 മണിക്കൂറൊന്നും ഈശ്വരനെ ചിന്തിക്കാറില്ലല്ലോ. എപ്പോഴെങ്കിലും സാമ്പാറിന് ഉപ്പ് കൂടിയാൽ പറയും, എൻ്റെ ദൈവമേ ഈശ്വര, ഈ ഭർത്താവ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാ ഇത് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞൊന്ന് ഈശ്വരനെ വിളിക്കും. എൻട്രൻസ് എക്സാമിനേഷൻ ആകുമ്പോൾ ഒരു 100 നാളികേരം നമ്മൾ കൊണ്ടുപോയിട്ട് ഉടയ്ക്കും. കാരണം ഈശ്വരൻ നാളികേരം എണ്ണിയിട്ട് അത് നോക്കിയിട്ടാണ് നിങ്ങൾ എൻട്രൻസ് പാസ്സാക്കുക. ഈശ്വരന് വേറെ പണിയൊന്നുമില്ല, നാളികേരം എണ്ണലല്ലേ ജോലി. ഏതായാലും ഇങ്ങനെയൊക്കെ അവരതല്ല, ഈശ്വരനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്മരണ. ആ സ്മരണത്തിലാണ് ഒരു യുക്തിവാദി തിരുവനന്തപുരത്തെ ധർമ്മരാജയ്യരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഈശ്വരനില്ല എന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാ. അപ്പൊ ധർമ്മരാജയ്യർ എന്താ പറഞ്ഞറിയാമോ? എടാ കഴുത, ഇല്ലാത്ത ഒന്നിനെ നീ എങ്ങനെയാടാ തെളിയിക്കാൻ പോണേ? അപ്പോഴാണ് ഇവര് മനസ്സിലായത്, ഇല്ലാത്ത ഒന്നിനെ തെളിയിക്കാൻ പറ്റില്ല അല്ലേ. അത് ശരി, പിന്നെ അവനോട് നിന്നില്ല. ഏതായാലും ഇപ്പോഴത്തെ യുക്തിവാദികൾ വളരെ ഇതാണ്. തെറ്റാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ യുക്തിവാദികളാവണമെങ്കിൽ യുക്തിവാദികളാവുക, ധൈര്യമായിട്ടാവുക. അപ്പൊ സ്മരണ നിങ്ങൾക്കറിയാം, ആരാധ്യനായ VS അച്യുതാനന്ദൻ സാർ, അദ്ദേഹത്തിൻ്റെ മകൻ ശബരിമലയിൽ പോവാറുണ്ട്. രാഷ്ട്രീയം വേറെ, ആത്മീയതയും സ്മരണയും വേറെ. പി ഗോവിന്ദപിള്ള അമ്പലത്തിൽ പോകാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി, എനിക്ക് ആനന്ദമാണ് തോന്നിയത്. രാഷ്ട്രീയം നിങ്ങൾ CPM-ഓ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരും ആവുക, അതും ഈ ആത്മീയതയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങൾക്ക് ആത്മീയത ഇല്ലാതെ ഈ ലോകത്തിൽ ഈശ്വര സ്മരണ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈശ്വര സ്മരണ വേണം. പിന്നെ യുക്തിവാദി എന്നൊക്കെ പറഞ്ഞ് മെമ്പർഷിപ്പ് മേടിച്ച് ജീവിക്കണ്ടേ? വേറെ വഴിയൊന്നുമില്ലെങ്കിൽ അതിനൊക്കെ ആവാം, ഡൊണേഷൻ മേടിക്കാനൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ, പള്ളിയിൽ, മോസ്കിൽ പോവാതിരിക്കില്ല. കാരണം അതുകൊണ്ട് KR ഗൗരിയമ്മ എത്ര അമ്പലത്തിലേക്കാണ് പോയത് നിങ്ങൾക്കറിയാം. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മ ശരിക്കും പായസം കഴിക്കുക ചെയ്തു. എന്നിട്ട് പായസം കഴിച്ചിട്ട് അമ്മ പറഞ്ഞ വരി എന്താ അറിയാമോ? KR ഗൗരിയമ്മ, ഇതിൻ്റെ ഒരു അനുഭൂതി വേറെയാണ്. കാരണം എനിക്ക് സന്തോഷം തോന്നി. അത് കുറച്ച് പ്രായമായപ്പോഴെങ്കിലും ഈ വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും യുക്തിവാദികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ യുക്തിവാദിയായി തന്നെ തുടരുക. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ തുടരുക. അതൊന്നും മാറേണ്ട ആവശ്യമില്ല. പക്ഷെ ഈശ്വര സ്മരണ അത് നമുക്ക് ഒത്തിരി സഹായിക്കും. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്മരണയാണ് നമ്മളുടെ ബോഡി കെമിസ്ട്രി മാറ്റുന്നത്. അതാണ് ബോഡിയിലെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കും ഈ ഈശ്വര വിശ്വാസം. ടെൻഷൻ എടുത്ത് നിൽക്കുമ്പോൾ ഒരു മുറിയിൽ ചെന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈശ്വര ഈ സംഘർഷത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ ശരീരം പെട്ടെന്ന് നോർമലാവും. ഇത് ഈശ്വരൻ വന്ന് നോർമലാക്കുന്നതല്ല, നിങ്ങളുടെ തലച്ചോറിനകത്ത് ഹോർമോണൽ വേരിയേഷൻ വരുന്നതാണ്. ഈ പ്രാർത്ഥനയാണ് ബോഡി ബയോകെമിസ്ട്രി മാറ്റുന്നത്. അതാണ് ഈശ്വര സ്മരണ. അത് സയൻറ്റിഫിക്കാണ്, അത് റിലീജിയസ് ഒന്നുമല്ല, പ്യുവർലി സയൻറ്റിഫിക്കാണ്. അപ്പോൾ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം. ഈശ്വരനെ നമ്മൾ വന്ദിക്കുക, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി. ഈശ്വര, അങ്ങയുടെ കർത്തവ്യമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങയുടെ നിർദ്ദേശപ്രകാരം എൻ്റെ മനസ്സിൽ എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യാൻ അനുവദിക്കുക. നിമിത്തമാത്രം ഭവസവ്യസാചിൻ, അങ്ങയുടെ ഉപകരണം മാത്രമാണ് ഞാൻ. അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. നമ്മൾ ചിലപ്പോൾ നമസ്കരിക്കാറുണ്ട് ചില വ്യക്തികളെ. എന്തിനാണ് നമസ്കരിക്കുന്നത്? ആ ശരീരത്തിൻ്റെ ആധാരമാണ് കാല്. ആധാരത്തിനെ നമസ്കരിക്കുക. എവിടെ അനുഗ്രഹിക്കുക? തലയെ തൊട്ട് അനുഗ്രഹിക്കുക. എന്താ കാരണം? ഈ ശരീരത്തിന് മാർഗനിർദ്ദേശം നൽകുന്നത് തലയാണ്. ആധാരം കാലും, മാർഗനിർദ്ദേശം നൽകുന്നത് തലയാണ്. അതുകൊണ്ട് ആ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുക. അച്ഛനും അമ്മയും മക്കളെ അനുഗ്രഹിക്കുമ്പോൾ നല്ല രീതിയിൽ കൈകൊണ്ട് തൊട്ട്, എൻ്റെ മകനെ നീ നന്നായി വരും, മകളെ നീ നന്നായി വരും എന്ന് പറയണം. ഉറക്കെ പറയണം, ആ കുട്ടിക്ക് കേൾക്കണം. അതാണ് ബ്ലസ്സിങ്, അതാണ് വലിയത്. അത് വന്ദിക്കുക, നമസ്കാരത്തിലൂടെ വന്ദിക്കുക, കയ്യുകൂപ്പി വന്ദിക്കുക, തലകുനിച്ച് വന്ദിക്കുക, നിലത്ത് തൊട്ട് വന്ദിക്കുക, ഏത്തമിട്ട് വന്ദിക്കുക. എത്രതരം വന്ദന ഉള്ളത്? നിങ്ങൾക്ക് ഏത് ചെയ്യണമെന്ന് തോന്നുന്നോ അത് ചെയ്യുക. ഗണപതിയുടെ മുമ്പിൽ പോകുമ്പോൾ എന്തിനാണ് ഏത്തമിടുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ അങ്ങ് ഏത്തമിടുക. 101 ഏത്തമിടണമെന്ന് ആരോ പറഞ്ഞു. മുണ്ട് കീറില്ലെങ്കിൽ 101 ഇടുക.
ധൈര്യമായിട്ട് ചെയ്യുക. അല്ലാണ്ട് പിന്നെ എന്താ 101 ഗണപതിക്ക് എണ്ണാൻ നേരമൊന്നുമില്ല. അതൊന്നും നിങ്ങൾ ധരിച്ചേക്കരുത്. അപ്പോൾ സ്മരണം മനസ്സിലായല്ലോ അല്ലേ? സ്മരണം കഴിഞ്ഞു, വന്ദനം കഴിഞ്ഞു. അടുത്തത് സമർപ്പണം. സമർപ്പണം എന്ത് സമർപ്പിക്കാം? എന്തു വേണമെങ്കിലും സമർപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് 67 കിലോ സ്വർണ്ണമൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ടൂ മച്ചാണ്. അതിന് പകരം എന്താ ചെയ്യുക? ആ 67 കിലോ സ്വർണവും എടുത്ത് കേരളത്തിലെ പാവപ്പെട്ടൊരു 10,000 പേർക്ക് ചെറിയ കുടിലുണ്ടാക്കിയിട്ട് ആ പാവപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നതാണ് നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ. ഇതാണ് സമർപ്പണം. അല്ലാതെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനകത്ത് മൊത്തം സ്വർണം പൂശിയാൽ ഹൈ ഗുരുവായൂരപ്പൻ എന്താ സന്തോഷം, ഞാൻ ഇരിക്കുന്ന മുറിക്കകത്ത് മൊത്തം സ്വർണം. അങ്ങേർക്ക് ഈ സ്വർണത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. സ്വർണ്ണക്കുരിശും കൊണ്ട് നടക്കുക. യേശുക്രിസ്തുവിന് സ്വർണ്ണക്കുരിശ് കാണുമ്പോൾ സന്തോഷിക്കുമോ? ആണിയടിച്ച വേദന അങ്ങേരുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ ഈ സ്വർണ്ണക്കുരിശും കൊണ്ട് പോവുക. എന്തൊരു അബദ്ധം ഇത്! എന്താ ഇതിന് പറയുക അല്ലേ സത്യത്തിൽ? അതുപോലെ തന്നെ കൊടിമരം സ്വർണം പൂശുക. അതിനേക്കാൾ എത്രയോ നല്ലത് 1000കണക്കിന് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുക. ഈശ്വരന് സ്വർണ്ണക്കൊടിമരം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഈശ്വരന് സ്വർണ്ണത്തിൻ്റെ ശ്രീകോവിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഈശ്വരന് വേണ്ടത് ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു സ്ഥലം. അതാണ് ഇമ്പോർട്ടൻ്റ്. അവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് അമ്പലം, അല്ലാണ്ട് ഈശ്വരൻ അമ്പലം വല്ലതും വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തിരുവനന്തപുരത്ത് ചിലർ പറയാറുണ്ട്, തമ്പാനൂരിലുള്ള ഗണപതിയേക്കാളും ശക്തി കൂടുതൽ പഴവങ്ങാടി ഗണപതിക്കാണ്. അത് ശരി, ഗണപതിയെ തന്നെ 2 പാർട്ടാക്കുകയാണ്. അതായത് ഗണപതി ആ പഴവങ്ങാടി ഗണപതിക്ക് ശക്തി കൂടുതലാണ്. അത് കാരണം ഇവിടെ നിന്ന് സൈക്കിളോ സ്കൂട്ടറോ ഓട്ടോറിക്ഷ എടുത്ത് അവിടെ ചെന്ന് നാളികേരം എറിഞ്ഞാൽ മതി. അപ്പോൾ ഗണപതി എത്ര തരം ഗണപതി ഉണ്ടെന്നറിയാം? പഴവങ്ങാടി ഗണപതി, തമ്പാനൂർ ഗണപതി, ഫ്ലൈ ഓവർ ഗണപതി, ചെന്തിട്ട ഗണപതി, ആര്യശാല ഗണപതി. ഗണപതിക്ക് തന്നെ LDF ഗണപതിയുണ്ട്, UDF ഗണപതിയുണ്ട്, MDF ഗണപതിയുണ്ട്. ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവും. ഞാൻ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലേ, കുറച്ച് തമാശ രൂപത്തിൽ നിങ്ങളോട് പറയുന്നല്ലോ. ഇങ്ങനെയുള്ള ഗണപതി ഒന്നുമില്ല. നമുക്ക് എവിടെ നമുക്കിത് തോന്നുന്നോ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ മനസ്സിനകത്തുള്ള ഡിവോഷൻ, ഡെഡിക്കേഷൻ, അതാണ് യഥാർത്ഥത്തിൽ സമർപ്പണത്തിന് ആധാരമാകേണ്ടത്. ആ സമർപ്പണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലാകാം. തിരുനൂല് സമർപ്പിക്കാം, എണ്ണ സമർപ്പിക്കാം, പൂവ് സമർപ്പിക്കാം, ഇല സമർപ്പിക്കാം, വിറക് സമർപ്പിക്കാം, നിങ്ങൾക്ക് മലര് സമർപ്പിക്കാം. ഒന്നുമില്ല സമർപ്പിക്കാൻ. പ്രാർത്ഥന സമർപ്പിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ സമർപ്പണം അമ്പലത്തിനകത്ത് ആവശ്യമാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോയാൽ ഒരു നാണയമെങ്കിലും അകത്ത് കൊടുത്തിട്ടേ വരാവൂ. കാരണം പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗമാണ് സമർപ്പണം. ലാസ്റ്റ് വൺ, സേവനം. ഇവിടെയെല്ലാം നിങ്ങൾക്ക് സേവനം നടത്താൻ സാധിക്കുമോ അവിടെ എല്ലാം സേവനങ്ങൾ നടത്തുക. അത് പശുവിനെ സേവിക്കണം, ആടിനെ ആണെങ്കിലും, മനുഷ്യനെ ആണെങ്കിലും, മൃഗത്തിനെ ആണെങ്കിലും, ഭൂമിയെയാണെങ്കിലും, വൃക്ഷത്തെയാണെങ്കിലും, ഈ പഞ്ചഭൂതങ്ങളെ, ജീവാത്മ ചൈതന്യമുള്ള സർവ്വതിനെയും സേവിക്കുക. അതിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്താലും ഓർമ്മിക്കരുത്. നമുക്ക് ആര് സഹായം ചെയ്താലും മറക്കരുത്. അർത്ഥം മനസ്സിലായല്ലോ? നമ്മൾ മറ്റാരെ ഉപദ്രവിച്ചാലും മറക്കരുത്. നമ്മളെ ആര് ഉപദ്രവിച്ചാലും ഓർമ്മിക്കരുത്. ഇപ്പം എല്ലാം കുളമായല്ലോ ഇല്ലേ? അപ്പോൾ ഓർമ്മിക്കുക, മറ്റുള്ളവരെ സഹായിച്ചാൽ ഓർമ്മിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ മറക്കരുത്. നമ്മളെ ആരെങ്കിലും സഹായിച്ചാൽ നമ്മൾ മറക്കരുത്, നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ ഓർക്കരുത്. ഇതാണ്. അതൊക്കെ മറന്നേക്കുക. എന്നിട്ട് നമ്മൾ അവസാനത്തിൽ സേവനം ചെയ്യുക. ഈ സേവനമാണ് യഥാർത്ഥ ജീവിതം. ഞാൻ ഉപദേശിക്കുകയല്ല, എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് തോന്നുന്നത് ചെയ്യുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന മനുഷ്യൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡെഡ് ബോഡി പെട്ടിക്കകത്തിടുമ്പോൾ ഈ വലത്തെ കൈയും ഇടത്തെ കൈയും പുറത്തിട്ടിട്ട് വേണം ആണിയടിക്കാൻ. എന്താ കാരണം ചോദിച്ചു. അവരെല്ലാം ചോദിച്ചു, ഈ വലത്തെ കൈയും ഇടത്തെ കൈയും പുറത്തിട്ടിട്ട് പെട്ടിക്ക് എങ്ങനെയാണ് ആണിയടിക്കുക? 2 കൈയും പുറത്താ, എങ്ങനെയാണ് ആണിയടിക്കുക? ഇന്നസെൻ്റ് ചോദിക്കണ മാതിരി. ഏതായാലും അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? അലക്സാണ്ടർ, ഞാൻ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഹെക്ക ഇവിടെ ഇട്ടിട്ടാ നമ്മൾ പോകുന്നത് ഇല്ലേ? എല്ലാവരും പറയുന്നു 916
നമ്മൾ കൊണ്ടുപോകുന്നു 916 എന്ന ധാരണയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല. ശരിക്കും നമ്മളുടെ കറക്റ്റ് എന്ന് പറയുന്നത് ബോംബെ ഡൈയിങ്. രണ്ടാമത്തെ വാക്ക് ഏതാണത്? ഡൈയിങ്. അതാണ് സത്യം. എല്ലാം ചത്തുപോകും, അവസാനം ചാവാതിരിക്കില്ല. അപ്പൊ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സേവനം. കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തില്ല എന്നുള്ളത് കൊണ്ട് വെള്ളം വറ്റാതിരിക്കുമോ? നിങ്ങൾ കർക്കിടക മാസം ആയപ്പോഴത്തേക്കും കിണറ്റിൽ മുകളിൽ വരെ വെള്ളമുണ്ട്, ഒരു നല്ല അടപ്പിട്ടിട്ട് ഇത് മീനമാസത്തിൽ ഉപയോഗിക്കാൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് നേരെ കിണറ്റിനകത്ത് അടപ്പിട്ട് വയ്ക്കാം. മീനമാസം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ചുവട്ടിലത്തെ മണ്ണ് കാണാൻ പറ്റും. ഞാൻ ഒറ്റ ബക്കറ്റ് വെള്ളം പോലും ഉപയോഗിച്ചിട്ടില്ലല്ലോ, എങ്ങനെയാണ് ഈ വെള്ളം പോയത്? വെള്ളം പോയത് അടിയിലേക്കാണ്. മനസ്സിലായല്ലോ ഇല്ലേ? അപ്പോൾ നിരന്തരം നിങ്ങൾ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക, എത്ര വെള്ളമുണ്ടോ അത്രയും ഉണ്ടാവും. പിന്നെ കുറഞ്ഞു വരും വേനൽക്കാലം ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഉപയോഗിക്കുകയും വേണം, കുറച്ച് ശേഖരിച്ചു വെക്കുകയും വേണം. പക്ഷേ ശേഖരിച്ചു വെക്കാൻ വേണ്ടി മാത്രം ജീവിച്ചാൽ 70 വയസ്സ് വരെ ജീവിക്കുന്ന നിങ്ങൾ 60 ടൺ ഭക്ഷണം കഴിച്ച് അവസാനം നിങ്ങളുടെ ശരീരം കൊണ്ടുപോയിട്ട് വിറകിൻ്റെ മുകളിൽ വെച്ച് വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മര ക്രതോ സ്മര കൃതം സ്മര എന്ന് പറഞ്ഞ് മൂത്ത മകൻ കുറച്ച് ഒരു കൊള്ളിയിൽ തീ കത്തിച്ച് 3 പ്രദക്ഷിണം വെച്ച് നേരെ തീ കൊളുത്തും. നല്ല കർക്കിടക മാസത്തിൽ എങ്ങാനുമാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ഒരു 2 ലിറ്റർ മണ്ണെണ്ണ മേത്തൊഴിക്കും, എന്നിട്ടാണ് കത്തിക്കുക. ഇത് പിടിക്കണ്ടേ തീയ്? വിറക് കൊണ്ട് പിടിക്കണമെന്ന് 2 ലിറ്റർ. മഹാഭാവിയാണെങ്കിൽ 5 ലിറ്റർ മണ്ണെണ്ണ ഒഴിക്കും. 30 രൂപയാണ് 1 ലിറ്ററിന്. ഏതായാലും അതെല്ലാം കൂടി ചേർത്ത് മണ്ണെണ്ണ ഒഴിച്ച് അങ്ങ് തീരും. 58 ഗ്രാം ചാരം ഉണ്ടാക്കിയതൊന്നും കൂട്ടത്തിലില്ല. അറിയാവല്ലോ ഇല്ലേ? എത്ര IAS കാരനാണെങ്കിലും തീ കത്തിച്ചാൽ 58 ഗ്രാം ചാരം. ഡോക്ടർ ഗോപാലകൃഷ്ണനെ കത്തിച്ചാലും 58 ഗ്രാം ചാരേ ഉള്ളൂ, അതിനേക്കാളും കൂടുതലൊന്നുമില്ല. എല്ലാവർക്കും അത്രേ ഉണ്ടാവുള്ളൂ. ഇതാണ് യഥാർത്ഥ ജീവിതം. സേവനം ചെയ്യാൻ സാധിക്കുന്നിടത്തോളം. അപ്പോൾ 8 തരം വിഗ്രഹം എന്ന് മനസ്സിലായല്ലോ ഇല്ലേ? എത്ര ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത്? 1280 പ്ലസ് 10,000 പ്ലസ് 1,00,000. ഭാരതത്തിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞത് മോഡേൺ ആയിട്ടുള്ളതും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളതും. സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ, സയൻറ്റിഫിക് ആൻഡ് സ്പിരിച്വൽ ഒരുമിച്ച് ചേർക്കണം എന്ന് പറഞ്ഞത്. ആചാര്യനിൽ നിന്ന് കാൽഭാഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. തന്നെത്താനെ കാൽഭാഗം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് കാൽഭാഗം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ഓർമ്മേണ്ടത്. കാലക്രമത്തിൽ ഉണ്ടാക്കേണ്ട കാൽഭാഗം അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ നേരത്തെ പറഞ്ഞതാണ്. പണ്ട് പറഞ്ഞതൊന്നുമല്ല, അരമണിക്കൂർ മുമ്പ് പറഞ്ഞതാണ്. ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? വേദമന്ത്രങ്ങൾ ആർക്കും ചൊല്ലാന്ന് പറഞ്ഞു. 8 തരത്തിലുള്ള വിഗ്രഹമാണ്. 2 സമ്പ്രദായമാണ് ആരാധനയുള്ളതെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? 1 വൈദിക സമ്പ്രദായം, 2 പൗരാണിക സമ്പ്രദായം. 4 മഹാവാക്യങ്ങളിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അക്ഷതത്തിലൂടെ ആവാഹിച്ച് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. വിഗ്രഹം 8 തരത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കരിങ്കല്ല്, മാർബിള്, വെട്ടുകല്ല്, മരത്തിൻ്റേത്, ലോഹത്തിൻ്റേത്, വിളക്ക്, ചിത്രം, മനോരൂപം. 8 തരം ആരാധനയാണുള്ളത് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം. അർച്ചനം ഞാൻ പറഞ്ഞില്ല അല്ലേ? അർച്ചനം കയ്യിൽ അരിയെടുത്തർച്ചിക്കാം, പൂവെടുത്തർച്ചിക്കാം, മുട്ടെടുത്തർച്ചിക്കാം, ഇലയെടുത്തർച്ചിക്കാം, എങ്ങനെ വേണമെങ്കിലും അർച്ചിക്കാം. അതാണ് അർച്ചനം. സമർപ്പണം ചെയ്യുമ്പോൾ എന്താണോ മനസ്സിൽ സമർപ്പിക്കണം എന്ന് വിചാരിച്ചത് അതാണ് സമർപ്പിക്കേണ്ടത്. അത് മൂല്യവത്തായ വളരെ വലിയ കാര്യങ്ങൾ സമർപ്പിക്കണം എന്നൊന്നും നിർബന്ധമില്ല. സമർപ്പണ ഭാവം അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 8 തരത്തിലുള്ള ആരാധനാക്രമം. വളരെ പെട്ടെന്ന് പറയാം, 6 തരത്തിലുള്ള ഭക്തിയാണ് ഉള്ളത്. 1 മിനിറ്റ് കൊണ്ട് പറയാവുന്നേ ഉള്ളൂ. ദാസ്യ ഭാവ ഭക്തി. ഹനുമാന് ശ്രീരാമനോട് തോന്നിയ ഭക്തി എന്താണ്? ഞാൻ ശ്രീരാമൻ്റെ ദാസനാണ്. അറിയാമല്ലോ ഇല്ലേ? ശ്രീരാമൻ്റെ ദാസനാണ്. ദാസ്യഭാവ ഭക്തി. അർജുനന് കൃഷ്ണനോട് തോന്നിയ ഭക്തി എന്താണ്? സഖ്യഭാവ ഭക്തി. ഞാൻ ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരനാണ്. സഖ്യഭാവ ഭക്തി. അതുപോലെ മീര, ഭക്തകവി മീരയ്ക്ക് ശ്രീകൃഷ്ണനോട് തോന്നിയത് എന്താണ്? മാധുര്യ ഭാവ ഭക്തി. മറ്റൊരർത്ഥത്തിൽ 18, 19 വയസ്സായ ഗോപികമാർക്ക് 10, 11 വയസ്സായ ശ്രീകൃഷ്ണനോട് തോന്നിയത് മാധുര്യഭാവ ഭക്തിയാണ്. ചെറിയ ശ്രീകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത്, ഉണ്ണികൃഷ്ണൻ ഇവിടെ വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തല്ല കേട്ടോ, ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത്
ദേവകിക്കും യശോദയ്ക്കും നന്ദഗോപർക്കും ഒക്കെ തോന്നിയിരുന്നത്? ഒരു കീർത്തനം ചൊല്ലാറുണ്ടില്ലേ? നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുത്തി ചിറാമുഴു കെട്ടി കരിമുകിലൊത്ത ചികൂര ഭാരവും. ഇതെങ്ങനെയാ പാടേണ്ടത്? വെള്ളമടിച്ച മാതിരി വേണം പാടാൻ, അപ്പോഴതിൻ്റെ താളം വരുള്ളൂ. അല്ലാണ്ട് കുത്തി പിടിച്ച് പാടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ഒരു കീർത്തനത്തില് വാത്സല്യഭാവ ഭക്തിയാണ് ഉള്ളത്. അപ്പൊ ദാസ്യഭാവ ഭക്തി, സഖ്യഭാവ ഭക്തി, മാധുര്യഭാവ ഭക്തി, വാത്സല്യഭാവ ഭക്തി, ശാന്തഭാവ ഭക്തി. ശ്രീകൃഷ്ണൻ ഇങ്ങനെ വരുമ്പോൾ ഭീഷ്മരും വിതുരനും ദ്രോണാചാര്യരും ഒക്കെ ദൂരെ മാറി നിന്ന് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കും, ഒന്നും പറയില്ല. ശാന്തഭാവ ഭക്തി, ശാന്തമാണ് അവർ, ഒരു പ്രത്യേകതയിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു വരുന്നത് കണ്ടിട്ട് മനസ്സിനകത്ത് അസാധാരണമായ സന്തോഷം. അപ്പൊ 5 തരത്തിലുള്ള ഭക്തിയാണുള്ളത്. 6ാമത്തെ ഒരെണ്ണവും കൂടിയുണ്ട്, ദ്വേഷ്യഭാവ ഭക്തി അല്ലെങ്കിൽ ശത്രുഭാവ ഭക്തി. ഇതാർക്കാവുള്ളത്? കംസന്റെ ഭക്തി ഏതാണ്? കംസന്റെ ശത്രുഭാവമാണ് ഉണ്ടായിരുന്നത് കൃഷ്ണനോട്. കൃഷ്ണൻ എൻ്റെ ശത്രുവാണ്. രാവണൻ ആരോടാ ഭക്തി ഉണ്ടായിരുന്നത്? രാമനോട്. ഏത് ഭാവമാണ്? ശത്രുഭാവം. രാമൻ എന്നെ കൊല്ലാനാണ് വരുന്നത്, രാമൻ എൻ്റെ ശത്രുവാണ്. അപ്പൊ ശത്രുഭാവ ഭക്തി അല്ലെങ്കിൽ ദ്വേഷ്യഭാവ ഭക്തി, അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് സ്വർഗത്തിൽ പോകാം, പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലേ, നമ്മൾ മറ്റുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്കാണ് ഈശ്വരനെ ആലോചിക്കുന്നത്, ഇവരെപ്പോഴും ഈശ്വരനെ ആലോചിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ 5+1 6 ഭാവ ഭക്തിയാണുള്ളത്. അപ്പൊ 2 ആരാധനാ സമ്പ്രദായം, 4 പ്രമാണം. 4 പ്രമാണം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, പ്രത്യക്ഷം പ്രമാണം, അനുമാനം പ്രമാണം എന്ന് പറഞ്ഞിരുന്നു. 8 തരം വിഗ്രഹം, 8 തരം ആരാധന, 5+1 6 തരം ഭക്തി. ലാസ്റ്റ് 1 ഓർമ്മിക്കാനുള്ളത്, പഞ്ചശുദ്ധിയോടുകൂടി വേണം അമ്പലത്തിൽ പോകാൻ. ശരീരം ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം, ഉപയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം, അതുപോലെ ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമായിരിക്കണം. ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. എന്തിനാ അമ്പലത്തിൽ വഴിപാട് കൊടുക്കുന്നത്? ദൈവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, അതുപോലെ പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, 5 മഹായജ്ഞത്തിനാണ് അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നത്. ഈശ്വരന് കൈക്കൂലിയല്ല നമ്മൾ കൊടുക്കാറുള്ളത്. ദേവയജ്ഞം, ദേവപൂജ. ഋഷിയജ്ഞം, ഈ നാടിനെ നാടാക്കി മാറ്റിയ ഋഷിവര്യന്മാരോടുള്ള ആരാധന. പിതൃയജ്ഞം, നമ്മളുടെ അമ്മയും അച്ഛനും അവരുടെ പുറകോട്ടുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞം. ഭൂതയജ്ഞം, സർവചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ള യജ്ഞം. അവസാനത്തേത് മനുഷ്യയജ്ഞം. അന്നദാനം ഉൾപ്പെടെ അമ്പലത്തിൽ നടത്തുന്നത്. അമ്പലത്തിൽ വന്ന് അന്നദാനം സ്വീകരിക്കുന്നവര് എന്നും ഓർമ്മിക്കുക, അമ്പലത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ചു പോകരുത്. പരസ്പരം ഭാവയന്ത. ഒരിക്കലും അമ്പലത്തിൽ നിന്ന് ഭക്ഷണം മാത്രം കഴിച്ച് പോകരുത്. ഒന്നുകിൽ അമ്പലത്തിലേക്ക് കർമ്മരൂപത്തിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ദ്രവ്യരൂപത്തിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ 1 രൂപയെങ്കിലും നിക്ഷേപിച്ചതിന് ശേഷം വേണം അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. അതല്ലെങ്കിൽ ദേവസ്വം മുതൽ സ്വീകരിച്ചു, അങ്ങോട്ടൊന്നും കൊടുത്തില്ല. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് എന്ത് സ്വീകരിക്കുമ്പോഴും നിങ്ങൾക്കറിയാം, അമ്പലത്തിൽ വഴിപാടിന് കൊടുത്ത പൂജാരി പ്രസാദം തരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അത് വാങ്ങിച്ച ഉടനെ ദക്ഷിണ കൊടുക്കും. അപ്പൊ ഇങ്ങോട്ട് എന്ത് മേടിച്ചാലും അങ്ങോട്ട് നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് ആചാരത്തിന്റെ ഭാഗമല്ല, പരസ്പരം ഭാവയന്ത എന്ന സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. ആ അമ്പലം നിലനിൽക്കണമെങ്കിൽ, പഞ്ചമഹായജ്ഞം നടക്കണമെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വേണം. ഈ ക്ഷേത്രം വലുതാവണം, നിരന്തരം വലുതാവണം. ഈ ക്ഷേത്രത്തിനെ വലുതാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും 7 ജന്മം പുണ്യം കിട്ടുന്ന പറയാ. 7 തലമുറയ്ക്ക് അത് ഉജ്ജ്വലമായ ഒരു അനുഗ്രഹമായി തരും. 7 ജന്മം പ്ലസ് 7 തലമുറ. അപ്പോൾ ക്ഷേത്രം നിർമ്മിക്കുക, ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കർമ്മമാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇല്ലേ? ചിലർക്കൊക്കെ ബോറടിച്ചു തുടങ്ങി, എന്നാലും ഒറ്റ ആൾ പോലും കൂട്ടുവായ വിട്ടില്ല കേട്ടോ. അത് വലിയ സന്തോഷമുണ്ട്. കുറേ വൈകി, കുറേ പേര് പ്രായമായവരുണ്ട്, എന്നാലും ഇത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചില്ല.
വളരെ സന്തോഷം. എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഇനിയും നിങ്ങളെ കൂടുതൽ ബോറടിപ്പിച്ച ചിലപ്പോൾ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നണില്ലേ. 7 മണിക്ക് തുടങ്ങി ഇപ്പം ഏതാണ്ട് 9 ആയിട്ടുണ്ടാവുന്ന എൻ്റെ തോന്നല്. 9 ആയി. അപ്പോൾ 2 മണിക്കൂർ മോഹൻലാലിൻ്റെ സിനിമ പോലും നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ആണെങ്കിൽ പിന്നെയും തറക്കേടില്ല. ഇത് ഈ ബോറിങ് പ്രസംഗമൊക്കെ കേൾക്കാൻ ഇത്ര സന്തോഷത്തോടു കൂടി ഇരുന്നത് നിങ്ങളുടെ മഹത്തായ മനസ്സാണ്. ആ ഒറ്റ വലിയ മനസ്സ് എന്നും ഉണ്ടാവണം ജീവിതത്തിൽ പകർത്തിയിട്ട് നന്മ നിറഞ്ഞ ജീവിതം നമുക്കുണ്ടാവണം. എന്തെല്ലാം ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം എല്ലാം ഒരു തമാശ ആയിട്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരാൾ മിനിങ്ങാന്ന് പറയായിരുന്നു, ഞാൻ പല സ്ഥലത്തും അത് പറഞ്ഞു, ഇവിടെയും പറയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ ദൈവാനുഗ്രഹം കൊണ്ട് മൂത്ത മകൻ മരിച്ചു, പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് 2ാമത്തെ മകനും മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിരിയാണോ വന്നത്, ദുഃഖമാണോ വന്നത്? ചിരിയാ വന്നത് ഇല്ലേ? ശരിക്കും ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയാണോ വേണ്ടത്, ദുഃഖിക്കുകയാണോ വേണ്ടത്? ശരിക്കും ഇത് ദുഃഖമാണുള്ളത്. പക്ഷെ നിങ്ങളെ ചിരിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. ജീവിതത്തിൽ ദുഃഖത്തിനെ ചിരിയാക്കി മാറ്റണം. ജീവിതത്തിലെ ദുഃഖത്തെ ചിരിയാക്കി മാറ്റണം. എന്തിനാ ദുഃഖിക്കുന്നത്? എന്തായാലും കഴിഞ്ഞ നൂറ്റാണ്ട് ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ട് ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിലില്ല. ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എത്രയെന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, പിന്നെ ഓർമ്മിക്കുക. ഈ സനാതന ധർമ്മത്തിലൊരു പ്രത്യേകതയുണ്ട്. ഏത് നെഗറ്റീവിനെയും ഈ രാഷ്ട്രം പോസിറ്റീവാക്കി മാറ്റും. അതറിയാലോ, നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുക. രാമായണത്തിൽ മന്ദര ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഗ്രന്ഥമായത്. മഹാഭാരതം 1,25,000 ശ്ലോകമുള്ള ഗ്രന്ഥമായി മാറിയത് ശകുനി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലേ? അതുപോലെ തന്നെ ഭാഗവതം എന്ന ഗ്രന്ഥം ഉണ്ടായത് പരീക്ഷിത് മഹാരാജാവ് ചത്ത പാമ്പിനെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടത് കൊണ്ടാണ്. ഇട്ടില്ലായിരുന്നെങ്കിൽ ഭാഗവതം ഇല്ല. ഭാഗവതം എന്ന് പറഞ്ഞ ഗ്രന്ഥമേ ഇല്ല. ശബരിമലയിൽ ഇത്രയും അധികം തീർത്ഥാടകര് ഈ വർഷം പോകാൻ കാരണം പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ നായർ പ്രശ്നം വെച്ചതാണ്. ആ പ്രശ്നം വെച്ചത് കൊണ്ടാണ് മൊത്തം കൊളാക്കിയ ആൾക്കാർ ഇത്രയധികം അവിടെ പോയി. അപ്പൊ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അല്ലാണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കരുത്. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഇന്ത്യയിൽ മെക്കോളെ പ്രഭു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടത്തിയതാണ് ഈ നാടിൻ്റെ ഗതികേട്. എന്തോന്ന് ഗതികേട്? ഇംഗ്ലീഷ് ഉപയോഗിച്ച് ഇംഗ്ലീഷുകാരെ പഠിപ്പിക്കുക, നമ്മുടെ ഭഗവത്ഗീത പഠിപ്പിക്കുക, മഹാവേദങ്ങൾ പഠിപ്പിക്കുക, നമ്മുടെ ഉപനിഷത്തുകൾ പഠിപ്പിക്കുക. മൊത്തം ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് ഉപയോഗിച്ച് നമ്മുടെ ഉപനിഷത്ത് പഠിപ്പിക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെയാണ്. ഒന്നിനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. എന്താ സാറേ ചെയ്യുന്നത്? ധാരാളം ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായിട്ട് മതം മാറ്റുന്നു. അപ്പൊ ക്രിസ്ത്യാനികളെ അമ്പലത്തിനകത്തേക്ക് കയറ്റിയിട്ട് എക്കത്തിൻ്റെ തലയിൽ പുണ്യാഹം തെളിച്ച് ഹിന്ദുക്കളാക്കാം. എത്ര പറ്റുന്നോ അത്രയും ഹിന്ദുക്കളാക്കാം. അതിന് ഇതാക്കാനൊന്നുമില്ല. ജോസഫ് എന്ന പേര് കുഴപ്പമില്ല, ജോസഫ് തന്നെ ഇരുന്നോട്ടെ, അതിനെ മാറ്റാനൊന്നും നിൽക്കണ്ട. ഒരാളെ ഇന്നലെ ഒരു മാസം മുമ്പ് കണ്ടു എറണാകുളത്തെ എയർപോർട്ടിൽ. അയാൾ സ്വിറ്റ്സർലൻഡിലേക്കോ മറ്റോ പോയായിരുന്നു. ഞാൻ അമേരിക്കയിലേക്കുള്ള യാത്രയിൽ എറണാകുളം എയർപോർട്ടിലിരിക്കുക. അപ്പോൾ ഇയാളെ കണ്ടപ്പോഴത്തേക്ക് നല്ല തമാശ തോന്നി. അമൃതാനന്ദമയുടെ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? ഇന്ത്യക്കാരനല്ല, അമേരിക്കക്കാരനാ. വാട്ട് ഈസ് യുവർ നെയിം? അയാൾ പറഞ്ഞു, മൈ നെയിം ഈസ് ഹനുമാൻ. എൻ്റെ അമ്മോ, ഹനുമാൻ! Who gave you this name? You are not looking like that. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഹനുമാനെ പോലെ ഒന്നുമില്ല. അമ്മ gave me that name. അമൃതാനന്ദമായി പേര് കൊടുത്തത് ഹനുമാൻ. നന്നായി, എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ വാട്ട് ഈസ് യുവർ ഓൾഡ് നെയിം? ഓൾഡ് നെയിം ഐ ഡോണ്ട് റിമെമ്പർ. Now my name is Hanuman. Why should I remember old name? I have changed it, my gazette name and other. മാറ്റണമെങ്കിൽ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ കിടക്കട്ടെ, ജോസഫ് തന്നെ കിടക്കട്ടെ, ഒരു പ്രശ്നമൊന്നുമില്ല. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശു ക്രിസ്തുവിനെ വെക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. 2 എണ്ണത്തിനെ വെക്കാനും പ്രശ്നമൊന്നുമില്ല. ആ യേശു ക്രിസ്തുവിനെ അടിച്ചകത്താക്കാം. 1280 ഗ്രന്ഥങ്ങൾ, 10,000 വ്യാഖ്യാനങ്ങൾ, 1,00,000 ഉപാഖ്യാനങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൈബിൾ വെക്കാൻ വിഷമമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമുക്ക് അല്ലെങ്കിൽ പണ്ട് തന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. സായിബാബയിൽ പുട്ടവർത്തിയുടെ അവിടെ കുരിശുണ്ട്, അവിടെ ചന്ദ്രക്കലയുണ്ട്. രാമകൃഷ്ണാശ്രമത്തിൽ കുരിശും ചന്ദ്രക്കലയുണ്ട്. വിവേകാനന്ദ മിഷനിൽ കുരിശും ചന്ദ്രക്കലയുണ്ട്. നാരായണ ഗുരുദേവന്റെ ആശ്രമത്തിലും കുരിശും ചന്ദ്രക്കലയൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ആർക്കെങ്കിലും കുഴപ്പം തോന്നിയിട്ടുണ്ടോ? ഒന്നും കുഴപ്പം തോന്നിയിട്ടില്ല. ഇനി ഞാൻ ജൂതപ്പള്ളിയിൽ പോയി. ഞങ്ങൾ 26-ാം തീയതി ജൂതപ്പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഹിന്ദുക്കൾ മാത്രമേ അവിടെ തൊഴുതിട്ടുള്ളൂ. ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും അവിടെ തൊഴുതിട്ടില്ല. ജൂതപ്പള്ളി ഇപ്പോൾ ഞാൻ തൊഴുതു. ശരിക്കും എനിക്ക് നല്ല തൊഴുതു. അയാൾ നല്ല രീതിയിൽ പറഞ്ഞു, ഓൺലി ഹിന്ദുസ് വർഷിപ്പ് ഇൻ ദിസ് ജ്യൂസ് ടെമ്പിൾ.
വളരെ സന്തോഷം തോന്നിയിരിക്കും. ഞങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും തൊഴുതിരുന്നു. നമുക്ക് ജൂതപ്പള്ളിയിൽ പോകുമ്പോഴത്തേക്കും തൊഴാൻ എന്താ വിഷമമുണ്ടോ? നമുക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി തൊഴാൻ വിഷമമുണ്ടോ? മുസ്ലിമിൻ്റെ മോസ്കിൽ പോയാൽ തൊഴാൻ വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. അവർക്ക് കുഴപ്പം, അവർ പറയുന്നു എൻ്റെ ദൈവം അല്ലാണ്ട് വേറെ ദൈവം ഇല്ല, മണ്ണാങ്കട്ട, എന്താ വേണമെന്ന് ആയിക്കോ. അപ്പം എല്ലാത്തിനെയും അകത്തേക്ക് എടുക്കണം. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒന്നിനെയും ചവിട്ടി പുറത്താക്കരുത്, എക്കത്തിനെ അടിച്ചകത്താക്കാം. സർവ്വതിനെയും അടിച്ച് അകത്താക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല. സന്തോഷത്തോടുകൂടി മാറ്റങ്ങൾ വരുത്താൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ മഹത്വമേറിയ സന്ദേശങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രഭാഷണമൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം എത്തിക്കാൻ തയ്യാറാണ്. CD-കളായും കാസറ്റുകളായും പുസ്തകങ്ങളായും ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ഈ ദേശം മുഴുവനും അത് എത്തിക്കുക. ഈ നാടിൻ്റെ പൈതൃകമാണ്. ഞങ്ങളത് എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? നിങ്ങളെത്തിച്ച് നിങ്ങളുടെ കയ്യിലൂടെ മറ്റുള്ളവർക്ക് എത്തണം. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷമായി. നമ്മൾക്ക് പലർക്കും നമ്മുടെ നാട് എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ സംസ്കാരം എന്താണെന്ന് അറിഞ്ഞൂടാ. എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം കോപ്പിയെടുത്ത് ഈ നാട് മൊത്തം ഒരാളെയും മാറ്റരുത്. ഈ നാടിൻ്റെ പൈതൃകം ഹിന്ദുക്കളുടെ മാത്രമല്ല, സനാതനധർമ്മം ഹിന്ദുക്കളുടെ മാത്രമല്ല, സനാതനധർമ്മം ക്രിസ്ത്യാനികളുടേതാണ്, സനാതനധർമ്മം മുസ്ലിങ്ങളുടേതാണ്, സനാതനധർമ്മം അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്, സനാതനധർമ്മം നിരീശ്വരവാദിയുടെയാണ്, എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കുക, ഒരു കുഴപ്പവും നമുക്കില്ല. നല്ലത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുക. ഇത്രയും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഇത്രയും ശ്രദ്ധയോടുകൂടിയിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഒരു ക്ലാസ്, ഒരു വലിയ പാത്രം മുമ്പിൽ വയ്ക്കുക. കാശിടാനല്ല. സംശയം ഉണ്ടെങ്കിൽ ചോദ്യം എഴുതി അതിലിടുക. അതിൻ്റെ ചോദ്യം, ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതായിരിക്കും. പഠിക്കണം, നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും തേഴ്സ്ഡേ മെസ്സേജ് എന്ന് പറഞ്ഞ് പഠിക്കാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇമെയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ india.com, അതിൽ doubt@india.com, doubt@india.com അയച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടാവും. 60 മണിക്കൂർ സ്പീച്ച് വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. www.iish.org. ഒരാലപ്പുഴയിലെ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് വെബ്സൈറ്റും ഇമെയിലും ഒക്കെ പറയുമ്പോൾ വിഷമമൊന്നും തോന്നണില്ലല്ലോ. അത്യന്താധുനിക ശാസ്ത്രം ഉപയോഗിച്ച് അതിപുരാതനമായ ഹിന്ദുധർമ്മം സർവരും പഠിക്കണം. അതാണ്, പിന്തിരിപ്പനായിട്ടൊന്നുമില്ല, അൾട്രാ മോഡേൺ ആയിട്ട് പഠിക്കണം. അമ്പലത്തിൽ പ്രസാദം കൊടുക്കുന്നത് ചന്ദനവും തുളസിയും CD-യും കൊടുക്കണം. എന്താ കുഴപ്പം? ഈശ്വരൻ CD കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓരോ പുസ്തകവും പ്രസാദം കൊടുക്കുക. 200 രൂപ അമ്പലത്തിന് ഡൊണേഷൻ തരുന്നവർക്ക് ഒരു CD പ്രസാദം കൊടുക്കുക. അപ്പോൾ പഠിക്കാനുള്ളതും കൂടി. പ്രസാദമൊക്കെ മാറ്റണം നമ്മൾ. പായസവും ശർക്കര പായസവും ഒക്കെ കൊടുക്കുന്നതിന് പകരം CD കൊടുക്കുക, കാസറ്റ് കൊടുക്കുക, പുസ്തകം കൊടുക്കുക, നല്ല VCD ഒക്കെ കൊടുക്കുക. നല്ല ഭക്തിയുള്ളവന് VCD കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സന്തോഷത്തോടു കൂടി വൈകുന്നേരം ഇത്രയും വ്യക്തികളെ കാണാൻ സാധിച്ചതിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സന്തോഷമുണ്ട്. എന്നും ഈ നാടിൻ്റെ പൈതൃകം സംരക്ഷിക്കാനും പഠിക്കാനും ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് മനസ്സിലാക്കാനും അന്ധവിശ്വാസങ്ങൾ മാറ്റാനും ശ്രമിക്കണം. നമ്മളുടെ വീട്ടിൽ ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഹൂഷി എന്ന് പറഞ്ഞൊരു സാധനം, ഫുൻഷി എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചിട്ട് ഐശ്വര്യം ഉണ്ടാവുന്നൊന്നും ധരിക്കരുത്. അത് വെച്ചാലൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല. ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ള ഓടക്കുഴൽ കളഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് ധരിക്കുന്നത് പരമ മണ്ടത്തരം. നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ഓടക്കുഴൽ വെക്കുക. മഹാഭാരതം വീട്ടിൽ വെക്കുന്നത് യുദ്ധം ഉണ്ടാവുമെന്ന് ചിലർ പറയാറുണ്ട്. ഇപ്പം വീട്ടിൽ എന്താ ഉള്ളതെന്ന് നോക്കുക, വലിയ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ മഹാഭാരതം വീട്ടിൽ വെച്ചാൽ യുദ്ധമൊന്നും ഉണ്ടാവില്ല. അത് വീട്ടിൽ വെച്ച് പഠിക്കുക, എല്ലാവരും പഠിക്കുക. അതേപോലെ ആവശ്യമില്ലാതെ ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക. അങ്ങേരുടെ പ്രധാന ജോലി പ്രശ്നം ഉണ്ടാക്കലാണ്. എന്നിട്ട് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവർ. അങ്ങേരുടെ പ്രശ്നം അങ്ങേർക്ക് പരിഹരിച്ചൂടെ? എന്തിനാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പോണത്? അങ്ങേർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ഈ ജ്യോതിഷം നോക്കി പറ്റില്ലേ? അപ്പോൾ ആവശ്യമില്ലാതെ ജ്യോതിഷൻ്റെ അടുത്ത് പോകാതിരിക്കുക. അതുപോലെ വീട്ടിലെ ഈ ജനലെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അയാളോട് തന്നെ പറയുക, താനെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ നന്നാവുകയാണെങ്കിൽ പൈസ അപ്പം തരാമെന്ന് പറയുക. പിന്നെ അയാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല.
അതുപോലെ തന്നെ ധാരാളമുണ്ട്. ധന ആകർഷണ ഭൈരവ യന്ത്രം, ഇങ്ങനെ ഒരു യന്ത്രമൊന്നും ഇന്ത്യയിലില്ല. ട്രാക്ടറുണ്ട്, ബസ്സുണ്ട്, കാറുണ്ട്. ധനാകർഷണ ഭൈരവ യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രമൊന്നുമില്ല. ഓരോരുത്തരും പൈസ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതുമാതിരിയുള്ള അന്ധവിശ്വാസത്തിൽ ചെന്ന് പെടരുത്. ഓർമ്മിക്കുക, പൂച്ച വിലങ്ങനെ ചാടിയാൽ അബദ്ധമാണ്. പൂച്ചയ്ക്ക് പൂച്ചയുടെ കാര്യം നോക്കാൻ പോവണ്ടേ? നിങ്ങളുടെ മുമ്പിൽ വിലങ്ങനെ ചാടണം എന്തിനാണ്? പൂച്ച വിലങ്ങനെ ചാടി, പട്ടി ഓരിയിട്ടു, കാലം കോഴി കൂവി, അതുകൊണ്ടൊന്നും ആരും ചാവാനൊന്നും പോണില്ല. അതുപോലെ അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി 5 നാളിൽ മരിച്ചാൽ വീട്ടിൽ 5 മരണം ഉണ്ടാവുന്നു. ആരെപ്പോൾ ജനിക്കണം, ആരെപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല. അതിനൊരു ശക്തിയുണ്ട്. എപ്പോൾ മരിച്ചാലും അച്ഛനും അമ്മയുടെയും അവസാന കാലത്തിൽ അവർക്കാവശ്യമായ സർവ്വ നന്മകളും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജനനം മുതൽക്ക് നിങ്ങളെ സഹായിച്ച, നിങ്ങളെ അനുഗ്രഹിച്ച, നന്മകൾ ചെയ്ത ആ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകത്തിൽ അതിനേക്കാളും വലിയ ഒരനുഗ്രഹവുമില്ല. അമ്മയുടെ അനുഗ്രഹമാണ് നമ്പർ 1, 2 അച്ഛൻ്റെ അനുഗ്രഹം, 3 ആചാര്യൻ്റെ അനുഗ്രഹം, 4ാമതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. അപ്പം ആദ്യം വേണ്ടത് അമ്മയുടെ അനുഗ്രഹം. ആ അമ്മയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം വന്നാൽ നിങ്ങൾ എത്ര വഴിപാട് കൊടുത്താലും ശരി ഈ ജന്മത്തിൽ ഗതി പിടിക്കില്ല, ഉറപ്പാ. അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം ഉണ്ടാവണം. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യണം. മനസ്സ് ശുദ്ധമായിരിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഇരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്നെ ഇവിടെ ഒരു ക്ലാസ്സിന് ക്ഷണിച്ച ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോടും നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഞാൻ പറയുന്നു എൻ്റെ പ്രണാമം, പ്രണാമം, പ്രണാമം.